സിദ്ദിഖേട്ടൻ 40 വർഷവും മമതയും സൈജുവും 20 വർഷവും ആഘോഷിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ let's congratulate these wonderful actors of Malayalam cinema, ladies and gentlemen. Studio outsiders അവതരിപ്പിക്കുന്ന പ്രേംപാറ്റ എന്ന വേദിയിൽ മലയാള സിനിമയുടെ absolutely spectacular actors ആഘോഷിക്കുന്നു. മെമന്റോ സ്വീകരിക്കുമ്പോൾ ഒരുമിച്ച് വിളിക്കാനുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. മയൂഖം എന്ന സിനിമയിലൂടെയാണ് ഈ കലാകാരനും ഈ കലാകാരിയും അവരുടെ സിനിമാ ജീവിതം തുടങ്ങിയത്. ഈ 2025 ഇവർ രണ്ടുപേരും 20 വർഷം പൂർത്തിയാക്കുന്നു. അതും ചുമ്മാ പൂർത്തിയാക്കുകയല്ല, മലയാള സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയ നടീ നടന്മാർ എന്ന പേര് സ്വന്തമാക്കി അവരുടെ അമേസിംഗ്ലി ബ്രില്യൻറ്റ് അഭിനയത്തിലൂടെ നമ്മളുടെ എല്ലാവരുടെയും നെഞ്ചിൽ ഒരു പെർമനന്റ് സ്ഥാനം നേടിയ രണ്ട് വ്യക്തികളാണ്. ഓൾറെഡി നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ അവരിയ്ക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്ന പ്രേംപാറ്റ എന്ന സിനിമയിൽ ഈ രണ്ട് വ്യക്തികളെയും വീണ്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, let's give it up for the wonderful Mamta Mohandas and the fantastic Saiju Kurup. വേദിയിലേക്ക് രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ശ്രീ TD രാമകൃഷ്ണൻ സർ ഇവർക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് മെമെന്റോ നൽകി ആദരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം for both these wonderful actors. And for Mamta. കയ്യടി എവിടെ? Where is this? What is this? Okay. Thank you so much sir. സാറിന് ഇരിക്കാം. Mamta and Saiju, actually നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കണമെന്നൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. ബട്ട് ഇറ്റ്സ് സച്ച് എ മൊമെന്റസ് ഒക്കേഷൻ അല്ലേ? Ladies first, let's do it. Like I said, രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കേണ്ടത്ത അക്കംപ്ലിഷ്മെന്റ്സ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും. ബട്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു ചിത്രത്തിൽ വരുമ്പോൾ, അതും 20 വർഷത്തെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, tell us how was it being back? But before that, welcome to Prempata. Thank you very much. Thank you, Ranjini. Actually today we need to be called together അല്ലേ? സൈജു ഞാനും 20 വർഷം മുമ്പാണ് ഈ ഒരു ജേർണി തുടങ്ങിയത് into Malayalam cinema. In fact, we haven't reached that day yet. It's in November. And very happy to be here. Thank you all for coming. ഈ 20 വർഷത്തിൻ്റെ ഒരു journey has been amazing and it's always been a challenge to win the hearts of Malayali audience, right? അപ്പം ഇന്ന് ഈ ഒരു ഒക്കേഷനിൽ I just want to say that I'm very happy to be a small part of this project. Now I'll go back to the inception of it because ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത്. because ലിജീഷ് who is the writer of this film, I know him for a few years now and ലിജീഷിൻ്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിൻ്റെ ചിരി മറക്കില്ല. ലിജീഷിൻ്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കില്ല. It's a trap. It's a movie trap. So ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം കഥ പറ. ലിജീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്ററാണ്, ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionist's exact definition നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ please go and yes, check the dictionary. He is an expressionist and did I fall for it? ഞാൻ മാത്രമല്ല കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. And then at the end of it ഞാൻ പറഞ്ഞു, അല്ല കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷേ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ will definitely not want me to say anything about it. എല്ലാവരും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. Looking forward to it. And the entire cast. Saiju of course is there, but Siddika, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. Inna Shaji apne ivide illa.
Liston, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. I just wanna, I guess that's about it. Vera onnuilla parayan. Aamirinte vera projects njan kandittund. I've seen your work and I hope we are able to ee cinemade captain of the ship actually ee cinemade kathayanu ennu venenge parayam. Adu thaneyanu main USP. So തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ ഐ എം ഷുവർ ദാറ്റ് ദിസ് ഫിലിം വിൽ നോട്ട് ജസ്റ്റ് not just Studio Outsiders എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് I'm like okay, it's gonna, it's not just, what, when you say the word outsiders, it just brings me, ഞാനിപ്പോൾ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in Tamil cinema. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ വർഷം ഒരു few months ago ആണ് ഞാൻ എൻ്റെ 2ാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. and I was just hoping that ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും without being vacant from Malayalam screen for a long time. I'm very happy to be a part of this project. അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ is doing really really well വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our audience ഏറ്റവും ക്രിട്ടിക്കലാണ് of our stories, of our acting, and this is what makes us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film Prem Pata. Okay, handing over the mic to Sanju. You have one. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനി എൻ്റെ ബാഡ്മിൻ്റൺ പട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് CBAയിൽ കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തതുകൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയിഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞായിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിൻ്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ജാനകി ജാനയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിങ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഞാൻ ഈഡിയും കണ്ടു. ഈഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിൻ്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പോൾ പറഞ്ഞ പോലെയും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസാണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പോൾ തന്നെ പിന്നെ തീരുമാനം ഞാൻ ആമിറിൻ്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് അറിയുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇൻ്റർവ്യൂസിലൊക്കെ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇൻ്റർവ്യൂസൊക്കെ. അപ്പോൾ യൂട്യൂബിലെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കുറേ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു.
അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോവും, ഈ വലിയ വണ്ടി? അപ്പൊ പാരലായിട്ട് നമ്മൾ ഈ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് വരും. അങ്ങനെ ആമേർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഉഗ്രം കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കുമല്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന്. അതെ അതെ. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഒരു മൊമെൻറ്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെൻറ്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം. എനിക്ക് പലരെ അറിയാം. ജുനേസ് ഹാഡ് കോൾഡ് യു ആഫ്റ്റർ പണി. അശ്വിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെന്റ് ഇസ് ദയർ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമീറിൻ്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവർ ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു എന്താണ് സ്റ്റുഡിയോ ആയി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, രണ്ടാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. സിദ്ദിഖേട്ടൻ 40 വർഷവും മമതയും സൈജുവും 20 വർഷവും ആഘോഷിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ let's congratulate these wonderful actors of Malayalam cinema, ladies and gentlemen. Studio outsiders അവതരിപ്പിക്കുന്ന പ്രേം പാറ്റ എന്ന വേദിയിൽ ഇതാണ് മലയാള സിനിമയുടെ absolutely spectacular actors ആഘോഷിക്കുന്നു the wonderful journey they had in this amazing industry of Malayalam movies. അല്ലെങ്കിൽ മുത്തു ഇവിടെ ഉണ്ടോ? മുത്തു വന്ന് ട്രോഫി വാങ്ങിക്കും. I request Mamta and Saiju to hand it over. Memento കൊടുക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി സുരേന്ദ്രനാണ് പ്രേം പാറ്റയിൽ എത്തുന്നത്. ജയ 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 ഹേ, വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ, മാർക്കോ എന്നീ ചിത്രങ്ങളിലെ മേക്കപ്പിലൂടെ നമുക്ക് വളരെ ഫെമിലിയർ ആയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സുധി. സ്വാഗതം. കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നത് സമീറ സനീഷ് ആണ്. സമീറയ്ക്ക് ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. സമീറയും ഇടുക്കിയിൽ ഷൂട്ടിലാണ്. സുധി സമീറയ്ക്ക് വേണ്ടി അതൊന്ന് വാങ്ങിക്കാമോ മെമെന്റോ? സമീറയ്ക്ക് വേണ്ടിയാണത്. Excellent sound designer. തെറ്റിപ്പോയി, റെസിപ്പി വേണ്ട.
പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് നന്ദിപുലം. ചെയ്തിരിക്കുന്നത് ഗണേഷ് ഗംഗാധരനാണ്. സുൽത്താൻ നമ്മുടെ അമ്മ അസോസിയേഷൻ ഒരു ഭാരവാഹി കൂടിയാണ് സറിയു. ഇപ്പൊ അതിന്റെ വെയിറ്റും ഉണ്ടല്ലേ. വി വെൽക്കം യു ഡാർലിംഗ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സിനിമകൾ സംഭവിക്കുന്ന, സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഇത്തരം സായാഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്നതാണ്. അത് പ്രിയപ്പെട്ടവരുടേതാവുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലുണ്ട്. ഈ ടീമിൽ ഏറ്റവും അടുപ്പമുള്ളത് ലിജീഷ് ഏട്ടനുമായിട്ടാണ്. എനിക്ക് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഏട്ടാ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാവുന്ന ഒരിടമാണ് ലിജീഷ് ഏട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനായാസമായിട്ടുള്ള എഴുത്ത് പോലെ, ഗംഭീരമായിട്ടുള്ള വാക്ചാതുര്യം പോലെ, സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള അധ്യാപക ജോലി പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എഴുത്തുകാരൻ്റെ മുഖം കൂടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമീർ. ഏറ്റവും സങ്കീർണമായിട്ടുള്ള 2 ചുമതലകളാണ് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സിനിമയോടുള്ള സ്നേഹത്തോടെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ആ 2 ജോലികളും ഏറ്റവും മികവുറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ. അതേപോലെ തന്നെ സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിനും എല്ലാ കൃത്യമായ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് കാസ്റ്റിനെ കാണാൻ സാധിച്ചു. ഒരു വലിയ പ്രതീക്ഷയോടെ എത്തിയിട്ടുള്ള പുതിയ തലമുറയും അവരെ ഏറ്റവും സ്നേഹത്തോടെ നയിച്ച് മുമ്പിൽ സിദ്ദിഖെ പോലെയുള്ള ഒരു ടീമും ഉള്ളപ്പോൾ ഒരു വലിയ ആഘോഷം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ലൊക്കേഷനിലും വെളുത്തിരിയിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് സ്റ്റേജിൽ കുറച്ചു നേരം മുമ്പ്. അപ്പോൾ ഈ ഒരു വലിയ ടീമിന് കൃത്യമായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ ഒരു ആഘോഷം, വിജയാഘോഷത്തിന് വേണ്ടി ഒത്തുചേരാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലീസ് ഹാൻഡ് ഓവർ ദ മെമെന്റോ ടു രാജേഷ്. നല്ലൊരു കൈഡിയാവാം. രാജേഷും ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാവാൻ പോവുകയാണ്. ഇതാണോ നല്ല കൈഡി? അപ്പൊ ചീത്ത കൈഡി എന്തായിരിക്കുമല്ലേ? താങ്ക് യു. രാജേഷ് മാത്രമല്ല, നേരത്തെ സൈജു ഓൾറെഡി പറഞ്ഞു, ഈ സിനിമയുടെ ഭാഗമായിട്ട് സഞ്ജു ശിവറാമും എത്തുന്നുണ്ട്. സറിയു, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ഹാൻഡ് ഓവർ. രാജേഷ് പോവല്ലേ? അണിയുണ്ട്. Thank you, Sanju, for being a part of Prem Pata. Okay, thank you so much, Sariyu. ഇനി സഞ്ജുവും രാജേഷും ഒരുമിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എല്ലാവരും ആ സൈഡിലേക്ക് എന്താണ് പോണേന്ന് എനിക്ക് മനസ്സിലാവില്ല. രാജേഷ്, ഫസ്റ്റ്ലി രാജേഷ് ആൻഡ് സഞ്ജു, പ്രേം പാറ്റ എന്ന ഈ സിനിമയിലേക്ക് സ്വാഗതം. വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ തുടക്കമാണ്. ആദ്യത്തെ സിനിമയാണ്. ആമർ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസറായി വരുന്നത്. ഒരു പുതിയ എഴുത്തുകാരനാണ് ലിജീഷ്. അപ്പം അങ്ങനെ പുതുമയാർന്ന ഒരു സിനിമയാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രേം പാറ്റയെ കുറിച്ച് ഞങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ തീർച്ചയായിട്ടും പുതുമയുള്ള സിനിമയായിരിക്കും. മുൻപത്തെ 2 സിനിമകളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് അമീറിനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അമീറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടുകാരനാണ്. അപ്പോൾ ഇതുവരെ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ വേറെ സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് അമീറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ലിജീഷിനെ കുറച്ച് കാലമായിട്ടുള്ള ഞാൻ പരിചയപ്പെട്ടിട്ട് ഭയങ്കര നന്നായിട്ട് എഴുതുന്ന പോലെ നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് കഥ പറഞ്ഞു തരുന്ന ആളാണ് ലിജീഷ്. അങ്ങനെ നന്നായിട്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയെ, ഞാൻ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ, പിന്നെ കഥ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ പോവാറ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ദിവസത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഈ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രാജേഷിനെ മറ്റൊരു കഥാപാത്രമായി ഈ സിനിമയിൽ ഞങ്ങൾ കാണാൻ പോവാണ്. രാജേഷിന്റെ അഭിനയം വളരെയധികം മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. അത് ഏത് വന്നാലും സംഭവം ആരൊക്കെ ആ സിനിമയിൽ ഉണ്ടെങ്കിലും രാജേഷിന്റെ ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് എ ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഇൻ ദിസ് ആസ് വെൽ. അതുപോലെ തന്നെ സഞ്ജു, yet another wonderful film, പ്രേം പാറ്റ. എന്ത് തോന്നുന്നു ഇപ്പം ലിജീഷിൻ്റെ അവതരണത്തിനെ കുറിച്ചും ആമിറിൻ്റെ സിനിമാ സംവിധാനത്തിനെ കുറിച്ചും ഒക്കെ അറിയാം. ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് പുതുതായി മലയാളികൾക്ക് സമർപ്പിക്കുകയാണ് ഈ സിനിമ. സോ സഞ്ജുവിന് എന്താണ് തോന്നിയത് ഈ ഒരു സിനിമയെക്കുറിച്ചും ഈ കമ്പനിയെക്കുറിച്ചും? ലിജീഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ
പറയാനുണ്ട് എനിക്ക്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തീർക്കാനും പറ്റില്ല, കാരണം ഒരു 10-12 വർഷം മുമ്പുള്ള പരിചയമാണ്. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും കൂടെ പുറത്തു നിന്ന് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കറിയാം ലിജീഷിനെ പറ്റി എന്തോരം പറയാനുണ്ട്. കാരണം ലിജീഷിനോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, മമത പറഞ്ഞ പോലെ നോ പറയാൻ പറ്റില്ല. വല്ലാത്തൊരു ട്രാപ്പാണ് ലിജീഷ് നമ്മളോട് വളരെ സ്നേഹത്തിൽ, വളരെ ലിജീഷ് കഥ പറയുമ്പോഴാണെങ്കിലും മമതയെ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ലിജീഷ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മമത ചിലപ്പോൾ ശരിയാവുണ്ടാവില്ല, വരില്ലായിരിക്കും, ഞാൻ വെറുതെ കഥ പറയാല്ലേ. അപ്പൊ അങ്ങനെ വെറുതെ വിളിച്ച് കഥ പറഞ്ഞു, അതിൽ വീണു. അതെ, പക്ഷെ എന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് വഴക്കിടാൻ പറ്റണം, നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റണം. അങ്ങനെ അളവില്ലാത്തത്രയും വഴക്കിടാൻ പറ്റിയിട്ടുള്ള ഒരു സുഹൃത്താണ് ഞാൻ ലിജീഷുമായിട്ട്. കാരണം ഭയങ്കര രസമാണ് രസമല്ല, സോറി, അത് ലിജീഷിനോട്. പക്ഷെ നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല, ഫോണിൽ കൂടി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഞങ്ങൾ കുറേ കാലം കാണാതിരുന്നു. ലിജീഷിനെ കാണുന്നില്ല, ഞങ്ങൾ കാണില്ല. പക്ഷേ ഉള്ളിൽ എന്നാലും നമുക്ക് ഭയങ്കര എന്നും സ്നേഹവും, ഇടയ്ക്കിടയ്ക്ക് എവിടുന്നെങ്കിലുമൊക്കെ ലിജീഷിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യും. അതിനിടയിൽ ലിജീഷ് വളരെ നല്ല രീതിയിൽ വളരുകയും അതിൽ ഒത്തിരി ആശ്വാസവും ഒത്തിരി സന്തോഷവും തന്നിട്ടുണ്ട്. കാരണം ലിജീഷ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്, നല്ലൊരു അധ്യാപകനാണ്. ഞാൻ സ്റ്റേജിൽ കയറണം എന്ന് വിചാരിച്ചു വന്നതല്ല. ലിജീഷേട്ടൻ ആയിട്ട് സഞ്ജു പറഞ്ഞ പോലെ, സഞ്ജു പരിചയപ്പെട്ട ആ കാലം മുതൽ എനിക്കും പരിചയമുണ്ട്. ഐ തിങ്ക് 2014 മുതലോ, ഇപ്പോൾ 10 വർഷത്തിന് മേലെ പരിചയമുണ്ട്. ആൻഡ് ലിജീഷേട്ടൻ ഹാസ് ബീൻ ആദ്യം ഒരു ഫ്രണ്ടായിരുന്നു, ആദ്യം ഒരു എഴുത്തുകാരൻ എന്ന രീതിക്ക് പരിചയപ്പെട്ടു, അത് കഴിഞ്ഞിട്ടൊരു ഫ്രണ്ടായി, അത് കഴിഞ്ഞിട്ടൊരു ബ്രദറായി, ഇപ്പോൾ ഒരു ഫാമിലിയാണ്. സോ ലിജീഷേട്ടൻ്റെ എന്ത് പരിപാടിയും നമ്മുടെ സ്വന്തം പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ദിസ് മൂവി, ബട്ട് ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ. ആൻഡ് എൻ്റെ സ്വന്തം ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ലോഞ്ചിന് വന്ന ഒരു ഫീലാണ് എനിക്ക്. എല്ലാവർക്കും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ എല്ലാവിധ വിശ്വസും നേരുന്നു. ലിജീഷേട്ടാ, ഓൾ ദ ബെസ്റ്റ്. ലിജീഷേട്ടനെ പരിചയപ്പെട്ട കാലം മുതൽ എനിക്കറിയാം ഹൗ മച്ച് സിനിമ മീൻസ് ടു ഹിം. പക്ഷേ അത് എപ്പോഴൊക്കെയോ അത് വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല. ലൈഫ് ജസ്റ്റ് വെൻറ്റ് ഓൺ അൺടിൽ നൗ. ആൻഡ് ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് സിനിമ എന്നുള്ളൊരു ഇതിലേക്ക് ആക്റ്റീവ്ലി സിനിമയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഏത് കാലത്തും ലിജീഷേട്ടനെ എല്ലാം അറിയായിരുന്നു. സിനിമയിൽ ഉള്ളിലുള്ള എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയായിരുന്നു. അപ്പം എനിക്ക് ഉപദേശങ്ങൾ തരുന്ന ഒരു സിനിമാക്കാരനല്ലാത്തൊരു സിനിമാക്കാരനായിരുന്നു ലിജീഷേട്ടൻ അണ്ടിൽ നൗ. ബട്ട് ഇപ്പോൾ ആക്ച്വലി ഹി ഈസ് ഗോയിങ് ടു ബി എ സിനിമാക്കാരൻ എന്നുള്ളൊരു ഒരു പ്രൗഡ് ഫീലിംഗ് എനിക്കുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അമീറിനെ ഞാൻ പരിചയപ്പെടുന്നത് ലിജീഷേട്ടൻ്റെ കൂടെ തന്നെയാണ്. എല്ലാവരും പ്രേം പാറ്റ ഒരു ഹ്യൂജ് സക്സസ് ആവട്ടെ. പ്രേം പാറ്റയുടെ സക്സസ് സെലിബ്രേഷന് ഇങ്ങനെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ടെസ്സി ചേച്ചി, അപ്പൊ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി വന്നു. ആ സിനിമയുടെ അവരുടെ ആദ്യത്തെ സിനിമയിൽ ചേച്ചിയുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമസ്കാരം സിദ്ദിഖ, മമത, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമാണ്, പ്രേമേട്ടൻ, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇവരോട് രണ്ടുപേരോടും ഒത്തിരി താങ്ക്സ് പറഞ്ഞാലും തീരില്ല, അത്രയും സന്തോഷമുണ്ട്. അമീർ എന്നെ വിളിച്ചിട്ട് തെസ്നിത്ത ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നു, അടുത്ത ആൾക്ക് കൊടുക്കാം കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അടുത്ത ലിജീഷിന് കൊടുക്കുന്നു. തെസ്നി ചേച്ചി ഇതുവരെ മലയാളത്തിൽ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് എന്നിൽ ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് ഒരുപാട് നല്ല ഒരു കഥാപാത്രം, കുഴപ്പമില്ല. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിലും 2 സീനാണെങ്കിലും നമുക്കുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. വന്നു പോവാതെ ഉണ്ട് തെസ്നി ഉണ്ട് എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും ഈ 2 പിള്ളേരും എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇവരെ അധികം കണ്ടിട്ടില്ല, കേട്ടറിവുള്ളൂ ഇവർ ഒരുപാട്. ഇത് പടങ്ങളെടുത്തു, നല്ല പടങ്ങളെടുത്തു, ആയിഷ എടുത്തു. പക്ഷേ നമ്മൾ കാണാത്തതും ഒരുപാട് പരിചയപ്പെടാത്തവരുമാണ് നമ്മളെ വിളിച്ചിട്ട് നമ്മളങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, അത് ചെയ്തോളണം, ചെയ്താൽ നന്നാവും എന്ന് പറയുമ്പോൾ
അതിൽ പരം ഒരു സന്തോഷം ഇത്രയും വർഷമായിട്ട് കിട്ടാത്തൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. എന്തായാലും ഇതിൻ്റെ ഒരു ലോഞ്ചിങ്, അതായത് സ്റ്റുഡിയോ ഔട്ട്സൈഡിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ ഫസ്റ്റ് പടമായ പ്രേംപാറ്റയിൽ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ വർക്കത്തും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഒരു നല്ല വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ. ഒരുപാട് നല്ല ആൾക്കാർ, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന പിള്ളേരൊക്കെയാണ് കണ്ടത്. അപ്പം അതുപോലെ തന്നെ ജനങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷമുണ്ട്. അമീർ സാറിനെ ഞാൻ ആദ്യത്തെ സിനിമ എനിക്ക് ആ റിലീസാകുന്ന സമയം തൊട്ടാണ് പരിചയം. അന്ന് തൊട്ട് ചാൻസ് വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഒരിക്കലും ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടില്ല, അടുത്ത എഴുത്തിലൊക്കെയാണ് പറയാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ലിജീഷ് ബ്രോ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടൊരു സീരീസ് ഓഫ് ആർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അനീഷ് അത് കണ്ടിട്ട് എൻ്റെ റിസൾട്ട് കണ്ടിട്ട് അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയൊരു സൗഹൃദമാണ്. പിന്നെ ലിയോ ഞങ്ങൾ 1-2 പരിപാടികൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന മിക്ക ആൾക്കാരെല്ലാവരും സുഹൃത്തുക്കളാണ്. സന്തോഷം കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് കൂടെ നിർത്തിയതിൽ എൻ്റെ നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. മലയാള സിനിമയിലെ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഇവർ ഓരോരുത്തരും ഈ ഒരു ടീമിന് കൂടെ ചേരുകയാണ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, തീർച്ചയായിട്ടും ചേട്ടൻ്റെ മനസ്സിൽ എന്താണ് പ്രേംപാറ്റയുടെ ഈ ഒരു ഇവരുടെ കൂടെ ചേരുമ്പോൾ? സന്തോഷം. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട 2 പേരോട് ഇരിക്കുന്നത് രാജേഷ് മാധവൻ. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആൾ. അതേപോലെ ഉണ്ണിരാജ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കൂടെ, അതുപോലെ തന്നെ നമ്മളെ ഷുക്കൂർ വക്കീലുണ്ട്, നമ്മളെ ഒന്നിച്ച് അഭിനയിച്ച ഷുക്കൂർ വക്കീലിന് പറയണ്ടല്ലോ. അപ്പോൾ സിദ്ദിഖ് കണ്ട് നമ്മളൊന്നിച്ച് അഭിനയിച്ചു, വീണ്ടും അഭിനയിക്കാനൊരു അവസരം കിട്ടി. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിലൊരു സന്തോഷം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ജില്ലക്കാരൻ, അതൊരു സന്തോഷം. മറ്റൊരു അധ്യാപകനാണ് ഇത് എഴുതിയതെന്നുള്ളത് മറ്റൊരു സന്തോഷം. കൂടുതലൊന്നും പറയുന്നില്ല. ഏറ്റവും നല്ല വിജയമായി തീരട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസ. താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉണ്ണിനെ വേദിയിലേക്ക് വിളിക്കാം. ഉണ്ണിയും ഈ ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായി എത്തുന്നു. ഈ ടീമിലേക്ക് സ്വാഗതം. I request the honor to hand over to the memento. ഉണ്ണിച്ചേട്ടൻ എന്ത് തോന്നുന്നു പുതിയൊരു സിനിമ ടീം പ്രേംപാറ്റ? ഒരുപാട് സന്തോഷം. ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സിദ്ദിഖ് സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ച സന്തോഷം. ഞാൻ കുറേ കൊല്ലം കലോത്സവ വേദികളുടെ പരിശീലകനാണ്. ഒരു 18 വർഷങ്ങൾക്ക് മുമ്പേ കാസർഗോഡ് ജില്ല, ഞാൻ കാസർഗോഡുകാരനാണ്. 18 വർഷം മുമ്പേ എന്നെ വിളിക്കുന്നത് കാസർഗോഡ് സെൻറ്റ് പൈസ് കോളേജ് മലയോര ഗ്രാമത്തിൽ നിന്ന്. ഞാനന്ന് മൈമ പഠിപ്പിച്ച സമ്മാനം ഫസ്റ്റ് എനക്കാട് കിട്ടില്ല മലബാറിൽ. ഇപ്പം 3-5 കൊല്ലമായിട്ട് നിർത്തിയിരിക്കുന്ന പരിപാടി. അപ്പം എന്നോട് പറഞ്ഞു 13 കൊല്ലം ഉണ്ടോ? പറയട്ടെ, വിളിച്ചു പറയട്ടെ. അപ്പൊ മൈം പഠിപ്പിക്കണം. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരമായിട്ട് പൈന കോളേജ്, നെഹ്റു കോളേജ് ഫേമസ് കോളേജാണ്. സമ്മാനം മണിക്ക് ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല, ദൂരത്ത് വന്നാൽ കിട്ടൂല. അപ്പൊ വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഈ 2 കോളേജും ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പൊ സമ്മാനം അല്ല വരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആരോ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഒരു 1.5 മണി 2 മണിക്കൂറുണ്ട് ബസ്സിലാ പോലെ മാറി മാറി പോകണം ചെറുത്തൂരിന്ന് കോളേജിൽ. അപ്പൊ അവിടെ ഒരു ഫൈൻ ആർട്സ് സെക്രട്ടറി ഉണ്ട്. ഞാൻ പരിചയപ്പെട്ടു. വലിയ കോളേജാണ്, ഒരു പരിപാടി കൊണ്ടുപോകാനില്ല. അന്ന് എല്ലാ പരിപാടിയും തയ്യാറാക്കുന്ന ഒരാൾ. ഇപ്പൊ ഈ സെന്റ് പൈസ് കോളേജ്, ഞാൻ പറഞ്ഞു പൈന കോളേജ് നെഹ്റു ഉണ്ട്, പിന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല കുഴപ്പമില്ല, ഉണ്ണായിട്ട് ചെയ്താ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ കണ്ടാണ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്നും കൂടി ചെയ്തു. അത് രാവും പകലൊക്കെ ഇരുന്നൊരു മൈൻഡ് ചെയ്ത് കൊടുത്തു. ഭയങ്കര സജീവമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അന്ന് ഈ ബ്രണ്ണൻ കോളേജിലല്ലേ മത്സരം, ബ്രണ്ണൻ കോളേജിലാണ്. അപ്പോ പിള്ളമാർ ഉഷാറാക്കുന്നുണ്ട്. എനിക്ക് പേടിയായി. രാജേഷ് മാധവൻ മൈമ് +2 കൊണ്ടുപോ ഓന് എന്നോട് ദേഷ്യ. ഇപ്പൊ അടുത്ത ഓനെയും കൊണ്ട് പറഞ്ഞ ഉണ്ണേട്ടൻ കൊണ്ട് നമുക്ക് കിട്ടൂല രാജേഷ്. അപ്പൊ ഞാൻ നെഹ്റു കളിച്ചു, പൈനക്കോളെ കളിച്ചു, രാജപുരം ഒരു മനോര ആരും മൈൻഡ് ചെയ്യില്ല, കൈയടിക്കാൻ ആളില്ല, ഒന്നുമില്ല അല്ലെ. ആകെ 10-12 ആളെ വന്നിട്ട് കൂടാ. മറ്റൊരു 100, 200, 500 ആള് വന്ന
റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇവരെ പയ്യന് കോളേജ് എടുത്താൽ നിൽക്കല് സമ്മാനം കിട്ടുന്നിടത്തേ നിന്നോളൂ. ഫസ്റ്റ് സ്റ്റാച്ച് ഓഫ് സെന്റ് പൈസ് കോളേജ് ഞാൻ ഓടിപ്പോയി ഇവരെടുത്ത് നിന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അന്ന് ആ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു ഈ കാണുന്നത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ കാലം മാറുമ്പോ ആമിർ പള്ളിക്കൽ ഒരു സിനിമ സംവിധാനം ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പണ്ട് ഞാൻ ഉണ്ടായത് നമ്പർ തപ്പിയിട്ട് ഒരു മെസ്സേജ് കൊടുത്തു, ഒരു സിനിമ ചാൻസ് വരുന്ന സിനിമയില് അന്ന് എന്നെ ഡിമാൻഡ് ആക്കിയില്ലേ, ഇത് ഗൾഫ് നിന്നാണ്. അപ്പൊ എനിക്ക് പാസ്പോർട്ട് ഇല്ലാത്ത മൂപ്പർ അറിയുന്നോണ്ട് നമുക്ക് ഇല്ലാതെ വിചാരിച്ചു. രണ്ടാമത്തെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും മെസ്സേജ് കൊടുത്തു. അപ്പൊ ഇവിടുന്നാണ് കർണാടക സ്റ്റേറ്റ്. അപ്പൊ കന്നഡ അറിയാത്തതുകൊണ്ടോ എന്തോ അറിയില്ല, എന്നെ വിളിച്ചില്ല. മൂന്നാമത്തെ സിനിമ ഞാൻ അറിയില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടാ ഒരു വേഷം ചെയ്യണമെന്ന്. ഭയങ്കര സന്തോഷമായിടാ. അതിലേ ഉണ്ണിയേട്ടനെ എന്തായാലും ഉണ്ണിയേട്ടൻ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടനെ എടുക്കാൻ വേണ്ടി ഒരാളെ കൂടെ റെക്കമെൻഡ് ചെയ്തിരുന്നു. ആരായിരിക്കും? മറ്റൊരു ഉണ്ണി. പക്ഷെ അത് ചെറിയ ഉണ്ണിയല്ല, ഉണ്ണിയാർ. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉണ്ണിയാർ ആണ് ആ ഉണ്ണിയേട്ടനെ. നമ്മൾ കഥ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാർ പറഞ്ഞു ഉറപ്പായിട്ടും ആ ക്യാരക്ടർ. ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഉണ്ണിയേട്ടൻ ഉറപ്പായിട്ടും കൊടുക്കണം, ഗംഭീരമായിരിക്കും, നന്നായി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു ഉണ്ണിയുണ്ട്. അതെ, സന്തോഷം, ഒരുപാട് സ്നേഹം വരാൻ കഴിഞ്ഞതും എല്ലാം എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ എല്ലാവരും. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. ഈ ഒരു ടീമിന്റെ ഭാഗമായി എത്തുമ്പോൾ എന്താണ് വാട്ട് യു ഫീൽ? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു വേഷം വേണമെന്ന് ആമിറിനോട് ആവശ്യപ്പെട്ടിട്ട് വാങ്ങിയതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഇവരോടൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നതിൽ സന്തോഷമായി കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ജന. എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. ചെറിയൊരു സ്ക്രീനിൽ എന്നെ കണ്ട് കുറച്ച് പേർക്ക് പരിചയം ഉണ്ടാവും. ഞാൻ ഈ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ അതിൽ നിന്നൊരു വലിയ സ്ക്രീനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. താങ്ക് യു.